നടക്കുന്ന ദർശനോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന സമ്മേളനം SNDP യോഗം പ്രസിഡന്റ് MN സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. This news brought to you by Kalpaga Weddings, North Paravur. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം മെയ് 1, 2, 3 തീയതികളായി നടക്കുകയാണ്. ദർശനോത്സവത്തിന്റെ രണ്ടാം ദിനമായ രാവിലെ 6:30 ഗണപതി ഹോമം, ശാന്തി ഹവനം, ഹോമമന്ത്രാർച്ചന, ഗുരുപൂജ, കുടുംബൈശ്വര്യ പൂജ എന്നീ പൂജാകർമ്മങ്ങൾ SNDP യൂണിയൻ വൈദിക യോഗത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ 9:30 നടന്ന ശ്രീനാരായണ ദർശനോത്സവ സമ്മേളനത്തിന് കുമാരി സംഘത്തിന്റെ ഗുരുസ്മരണയോടെ ആരംഭം കുറിച്ചു. SNDP യോഗം ഡയറക്ടർ MP ബിനു ആമുഖ പ്രസംഗം നടത്തിയ വേദിയിൽ SNDP യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതം ആശംസിച്ചു. ഏറെ പ്രിയങ്കരനായ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് MN സോമൻ സാർ അവർകളാണ് ഇന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് കൂടിയുള്ളത് വളരെയേറെ പ്രത്യേകതകളുണ്ട്. സാറ് നമുക്കൊക്കെ വഴികാട്ടിയും അതോടൊപ്പം തന്നെ നമുക്കൊക്കെ എന്നും നല്ലത് പറയാൻ തരുന്ന വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി കൊടുക്കുന്ന അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം വേദിയിലുണ്ട് എന്നുള്ളത് അതിലേറെ സന്തോഷമാണ്. എന്നായാലും കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും തന്നെ കടന്നു പോകുന്നില്ല. ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ശിവഗിരി മഠത്തിന്റെ മഠാധിപതിയായിരുന്ന ബ്രഹ്മശ്രീ പത്മശ്രീ കൂടിയായ വിശുദ്ധാനന്ദ സ്വാമികളാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗം നടത്തി. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ആദരണീയനായ നമ്മുടെ യോഗം പ്രസിഡന്റ് MN സോമൻ അവറുകളാണ്. ഞങ്ങൾ ഇന്നലെ പരാമർശിച്ച പോലെ നമ്മൾ ഈ ദർശനോത്സവത്തിൽ ഇത്തവണ SNDP യോഗത്തിൻ്റെ എല്ലാ സമുന്നത നേതാക്കളും എത്തിച്ചേർന്നുകൊണ്ട് ഇത് വളരെ മംഗളകരമായ രീതിയിലാണ് പര്യവസാനിപ്പിക്കുന്നത്. തുടർന്ന് SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മനസ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും കാണാം. ഈ നേട്ടങ്ങളെല്ലാം ഓരോ കൊല്ലങ്ങളും കൂടുതൽ പുരോഗമിച്ച് കൈവശപ്പെടുത്താൻ സാധിക്കുന്നത്. എല്ലാ വർഷവും ഞാനിവിടെ ഇതുപോലുള്ള സമ്മേളനം എത്താറുണ്ട്. ഓരോ വർഷം ഞാനിവിടെ എത്തുമ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതി മാത്രമല്ല ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്, പല ഓർഗനൈസേഷനുകളുമുണ്ട്. അതെല്ലാം ഇങ്ങനെ വളരെ ബലപ്പെട്ടും സമൃദ്ധിയോടും കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും ദൃശ്യമാകുന്നത്. മുഖ്യാതിഥിയായി എത്തിയ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് സതീശൻ, ഹൈബി ഈഡൻ MP എന്നിവർ വേദിയിൽ സംസാരിച്ചു. പറവൂർ മുനിസിപ്പൽ ചെയർമാൻ രമേശ് D. കുറുപ്പ് മുഖ്യപ്രഭാഷണവും ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് അനുഗ്രഹ പ്രഭാഷണവും ദർശനോത്സവം ചീഫ് കോർഡിനേറ്റർ MK ആഷിഖ് ദർശനോത്സവ സന്ദേശവും നൽകി സംസാരിച്ചു. SNDP യോഗം ഡയറക്ടർ PS ജയരാജ് സംഘടനാ സന്ദേശവും SNDP യോഗം കൗൺസിലർ ഷീബ ടീച്ചർ, യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D. ബാബു എന്നിവർ ഗുരുദേവ സന്ദേശവും നൽകി. കരിമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TM മുജീബ്, പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസന്ന രാധാകൃഷ്ണൻ, വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ചുള്ളിക്കൽ, ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഹരിദാസ്, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK സാബു, BJP മധ്യമേഖല വൈസ് പ്രസിഡന്റ് KP രാജൻ, പറവൂർ മുനിസിപ്പൽ കൗൺസിലർ ER ശ്രീജിത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ KB സുഭാഷ്, VN നാഗേഷ്, TM ദിലീപ്, VP ഷാജി, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം TP രാജേഷ്, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി കുമാരി നിഖില ദിലീപ്, പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് EP തമ്പി, സൈബർ സേന സെക്രട്ടറി സുധി വള്ളുവള്ളി, MFI കോർഡിനേറ്റർമാരായ
AN ഗോപാലകൃഷ്ണൻ, ജോഷി പല്ലേക്കാട്ട്, ദർശനോത്സവം കോർഡിനേറ്റർ പ്രവീൺ കുഞ്ഞിത്തൈ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വനിതാ സംഘം സെക്രട്ടറി ബിന്ദു ബോസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചതോടെ യോഗ പരിപാടികൾ അവസാനിച്ചു. തുടർന്ന് മുൻ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ നയിച്ച പ്രഭാഷണം നടന്നു. ഉച്ചകഴിഞ്ഞ് നടന്ന സുരേഷ് ബാബു കുന്നത്തുപറമ്പിലിന്റെ പ്രഭാഷണാന്തരം നിരവധി സ്ത്രീജനങ്ങൾ പങ്കെടുത്ത സമൂഹ ഹേമ മന്ത്രാർച്ചന നടന്നു. തുടർന്ന് യൂണിയന്റെ കീഴിലുള്ള വിവിധ ശാഖാ യോഗങ്ങളിലെ കലാകാരികളും കലാകാരന്മാരും അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് 6-ന് പൂജ സമർപ്പണത്തോടെ രണ്ടാം ദിനത്തിലെ പരിപാടികൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പറവൂർ. പ്രചാരവും ദീപ്തമായ പ്രചോദന ഉത്സവം സന്തോഷകരമായ ഒരു ഉന്നതമായ നിലയിലേക്ക് ദർശനം എത്തുന്ന ഒരു സന്ദർഭം ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ യൂണിയൻ സംഘടിപ്പിക്കുന്ന ഈ ദർശന ഉത്സവത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊള്ളട്ടെ. ഇവിടെ പല വിഷയങ്ങളെപ്പറ്റി ചർച്ചകൾ നടന്നിട്ടുണ്ടാകും, പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാകും. അതുപോലെ എൻ്റെ മുമ്പിൽ ഹോമകുണ്ടവും മറ്റുമൊക്കെ കാണുന്നുണ്ട്. ഗുരുവിൻ്റെ മന്ത്രങ്ങൾ കൊണ്ടും ഹോമമന്ത്രങ്ങൾ കൊണ്ടും അതുപോലെ പ്രാർത്ഥനകൾ കൊണ്ടും ഈ മണ്ണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ആയിട്ട് ഈശ്വരീയമായി അന്തരീക്ഷം പ്രശോഭിക്കുകയും ഈ അവസരത്തിലാണ് ഗുരുവിൻ്റെ ദർശനം നാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. ഉത്സവം എന്ന് പറയുമ്പോൾ സന്തോഷം, ഉത്സവത്തിന് പോകുന്നത് എപ്പോഴും സന്തോഷത്തിന്, ദുഃഖിക്കുവാനാണ്.